ഇവിടെ ഒരു കുട്ടി അതിഥി ഉണ്ട്, ഒന്നുമില്ല, ചുമ്മാ ആക്കി വെച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട്? ഇന്നപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ പൊടിയും ഈ കോൺഫ്ലോറും ഉപയോഗിച്ച് നമ്മൾ സിമ്പിൾ ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് നമുക്ക് 2 പാത്രം വേണം. ഒരു പാത്രത്തിൽ നമ്മൾ നമ്മുടെ ടാങ്ക് പൊടിയും പിന്നെ നമ്മുടെ കോൺഫ്ലോറും പഞ്ചാരയും വെള്ളവും ചേർത്ത് ഈ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ അടുത്ത ബൗളിൽ കുറച്ച് പഞ്ചസാരയും പിന്നെ നമ്മൾ കോൺഫ്ലോറും പാലും ഉപയോഗിച്ച് മറ്റേ സെയിം രീതിയിൽ തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്യണം. പിന്നെ അത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നല്ല രീതിയിൽ കുറുകി ഒരു ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ കുറച്ച് ആ പാലിൻ്റെ അതൊന്ന് കരിഞ്ഞു പോയി, പക്ഷേ സീനില്ല. ഇങ്ങനെ കുറച്ച് ലെയറൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഇതിൽ സെറ്റ് ചെയ്യണം. എൻ്റെതാ ഏകദേശമൊക്കെ കുളമായി സെറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് മണിക്കൂർ ഇനിയും വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് പുഡിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷേ സംഭവം സൂപ്പറായിരിക്കും. അപ്പം ഞാൻ ഓൾറെഡി അതിൽ നിന്ന് കുറച്ചൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, പക്ഷേ ഇത് കുറച്ചധികം തണുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാനെടുത്ത് കഴിച്ചു. കുഴപ്പമില്ല, ഒരു മാംഗോയുടെ ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഞാനപ്പോൾ അനിയത്തിക്കും കൊടുത്തു, അവരും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ പുഡിങ്ങാണ്. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മതി. നല്ല ഗുളുഗുളുക്കൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.